ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ വിന്നേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾസിനെ പറ്റിയാണ്. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നിങ്ങൾ ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയ പേജസ് ഉപയോഗിക്കുന്ന ആൾക്കാരാകാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും അതേമാതിരി പേഴ്സണൽ ആക്ടിവിറ്റീസിനും ബിസിനസ് ആക്ടിവിറ്റീസിനും ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്വിറ്റർ, ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ്, ഇങ്ങനെയുള്ള പലതും നമ്മൾ അറ്റ് എ ടൈമിൽ ഒരു ദിവസം ഇഷ്ടംമാതിരി പേജസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് എല്ലാത്തിലും ആക്റ്റീവായിട്ട് നമുക്ക് എൻഗേജ്മെൻറ്റ് വേണ്ട ആവശ്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പം ഏതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് ഉള്ളത് എന്നുള്ളത് മാത്രമല്ല, മറ്റ് വരുന്ന പ്ലാറ്റ്ഫോംസിൽ കൂടി നമ്മുടെ ആക്ടിവിറ്റീസ് അതിൻ്റെ അകത്തും എൻഗേജ്മെൻറ്റ് വരണമെന്നുള്ള സ്ഥിതിക്ക് നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോംസിനെയും കവർ ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എല്ലാ പേജസിനെയും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ അത് മിസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലതിന് കുറച്ച് ശ്രദ്ധ മാത്രമേ കൊടുക്കാറുള്ളൂ. കുറച്ച് ഓഡിയൻസ് കൂടുതലുള്ള ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലോ മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയും മറ്റ് പേജസിന് നമ്മൾ ശ്രദ്ധ കൊടുക്കാതെയും വരുന്നൊരു ആക്ടിവിറ്റീസ് വരാറുണ്ട്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്വന്തം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ. അതെല്ലാം നിങ്ങളൊരു ഏജൻസി നടത്തുന്ന ആളാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലയൻസ് ഉണ്ടാകും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പേജ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ഇതേമാതിരി മാനുവലി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾ ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ക്ലയൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേജസോ പ്രൊഫൈലോ അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫൈലോ ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടൂളിൻ്റെ ഉപയോഗത്തോടു കൂടി തന്നെ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ടൂളിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹോട്ട്സൂട്ട്. അപ്പോൾ ഹോട്ട്സൂട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയതിനു ശേഷം ഹോട്ട്സൂട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഹോട്ട്സൂട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഈ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾസും പെയ്ഡ് വെർഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ അൺപെയ്ഡ് വെർഷനിലായിട്ട് വരുന്നത് കേസസും ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഫ്രീ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ അക്കൗണ്ടിനകത്ത് ഒരു 3 പേജസ് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതിന് മേലുള്ള പേജസ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിതിപ്പോൾ പെയ്ഡ് വെർഷൻ അല്ല ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ ഫ്രീ വെർഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതിലിപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാൻസിൽ പോവുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇന്ത്യൻ റുപ്പീസിൽ തന്നെയാണ് അവർ കാണിച്ചേക്കുന്നത്. ഈ പറഞ്ഞ മാതിരി തന്നെ പ്രൊഫഷണൽ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂസർ ആയിരിക്കും. ആ ഒരു യൂസറിന് 10 സോഷ്യൽ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാനും അൺലിമിറ്റഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവർ തരുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ 30 days ട്രയലിന് നമുക്ക് ഉപയോഗിക്കാം. 30 days ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ റിന്യൂ ചെയ്താൽ മതി. ഇതിപ്പോൾ 3 യൂസേഴ്സാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ഒരു ഏജൻസിയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. ഒരു 3 യൂസേഴ്സിനെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയും. 20 സോഷ്യൽ മീഡിയ പേജസും അക്കൗണ്ട്സും അൺലിമിറ്റഡ് ഷെഡ്യൂളിങ്ങും ഇതിനകത്ത് കഴിയും. അതല്ല, ബിസിനസ് പേജസ്, നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരു 5-6 ക്ലയൻസ് ഇല്ലെങ്കിൽ മിനിമം ഒരു 6 ക്ലയൻസിന് മേലെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. 5 യൂസേഴ്സിന് പ്ലസ് 5+ യൂസേഴ്സാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് 5 യൂസേഴ്സിനെ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ 35 സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനെയും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ട്. അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് കസ്റ്റമൈസ് ചെയ്ത് തരും. ഈ 5 യൂസേഴ്സ് അല്ലെങ്കിൽ 3 യൂസർ 1 യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ യൂസ് ചെയ്യുന്ന വ്യക്തിയുടെയാണ് നമ്മളിവിടെ
ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ഞാനൊരു വ്യക്തിയാണ്, ഞാൻ എൻ്റെ ഒരു യൂസറായിട്ടാണ് അവർ കൗണ്ട് ചെയ്യുന്നത്. ആ ഒരു യൂസറിന് 10 പേജസ് ഹാൻഡിൽ ചെയ്യാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ട്രൈ അവർ അൺലിമിറ്റഡ് ഫ്രീ പ്ലാൻ, അതായത് അവരുടെ ഫ്രീ പ്ലാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. അത് 3 സോഷ്യൽ മീഡിയ പേജസും പ്രൊഫൈൽസും 30 ഷെഡ്യൂളിംഗ് മെസ്സേജസ്, അതായത് ഒരു മാസം 30 പോസ്റ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനും ഓപ്ഷനുണ്ട്. 1 യൂസറിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. അവിടെ സൈനപ്പ് ചെയ്താൽ മതി. അപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൊഫഷണൽ പേജും ടീമും ബിസിനസ്സും എൻ്റർപ്രൈസസിനും എല്ലാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു കമ്പയർ ഹോട്ട്സൂട്ട് ഫീച്ചേഴ്സ് സൈഡ് ബൈ സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതിനകത്ത് ഏറ്റവും വലിയ ഫീച്ചറായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കിത് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഒരു ഒറ്റ ടൂൾ വഴി തന്നെ എല്ലാ പേജസിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയും. ഡിഫറെൻറ്റ് പേജസ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ പേജസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഓൾറെഡി ഞാൻ ഒരു അക്കൗണ്ട് എനിക്കുണ്ട്. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നമ്മളിവിടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഇട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പേജ് വരുന്നത് നമ്മുടെ ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് റൈറ്റ് സൈഡിൽ നമുക്ക് ഇതേമാതിരിയുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് മൈ പ്രൊഫൈൽ. നമ്മളെ പ്രൊഫൈൽ എങ്ങനത്തെയാണ്, നമ്മുടെ പ്രൊഫൈലിനകത്ത് അക്കൗണ്ട് സെറ്റിങ്സ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. പ്രിഫറൻസ്, ബില്ലിങ് ഇങ്ങനെയുള്ളതായിരിക്കും. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് പോവാം. അക്കൗണ്ട് സെറ്റിങ്സിനകത്ത് ബേസിക്കലി നമ്മുടെ പ്രൊഫൈലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ടൈം സോണ് US ടൈം സോണിലാണ് കിടക്കുന്നത്, ന്യൂയോർക്ക് ടൈം സോണിലാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ്, പിന്നെ സെക്യൂരിറ്റി, ബില്ലിംഗ്, ഇങ്ങനെയുള്ള കുറച്ച് അധികം ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട് സെറ്റിങ്സ് ഉണ്ടാവും. അത് നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അനലിറ്റിക്സ് ഉണ്ടാവും. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പിന്നെ പോസ്റ്റുകൾ നമ്മൾ എത്രത്തോളം അതിനകത്ത് റീച്ച് ഉണ്ടായി, എത്രത്തോളം എന്നുള്ളത് അനലിറ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനലിറ്റിക്സിൻ്റെ ഓപ്ഷനാണ് ഇത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അനലിറ്റിക്സ് വരും. അപ്പം ഈ നമ്മുടെ ഫ്രീ വെർഷനിലാണെങ്കിൽ അനലിറ്റിക്സ് കിട്ടത്തില്ല. 30 days ട്രയലിൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഫ്രീ വെർഷനിൽ അത് വരത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ്സ് ആണ്. അതും ഇതേമാതിരി തന്നെ ഫ്രീ വെർഷനിൽ വരത്തില്ല. കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഈ ഒരു ഓപ്ഷനാണ്. അതായത് ക്രിയേറ്റ് ബട്ടണിനകത്ത് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ ഇവിടെ ഒരു ടിപ്പ് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്, ബേസിക്കലി ഞാനിത് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും നമുക്ക് ഫേസ്ബുക്കിൻ്റെ ബാക്ക് എൻഡിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പബ്ലിഷിംഗ് ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനുള്ളിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ഫേസ്ബുക്ക് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നതുകൊണ്ട് അതിനെ ഞാൻ യൂസ് ചെയ്ത് ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും അതിനെ ഞാൻ ഓൾറെഡി അതിനകത്ത് ഷെഡ്യൂൾഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ട്വിറ്ററും അതോടൊപ്പം തന്നെ ലിങ്ക്ഡിൻ്റെ പേഴ്സണൽ പ്രൊഫൈലും ബിസിനസ് പ്രൊഫൈലും ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിനകത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ലിങ്ക്ഡിൻ തരുന്നില്ല. അതോടൊപ്പം തന്നെ ട്വിറ്ററിനകത്ത് ഷെഡ്യൂളിങ് ഓപ്ഷൻ ഉണ്ടെങ്കിലും കുറച്ച് അതും മാനുവലി നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. ഇത് ബേസിക്കലി ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും അക്കൗണ്ട് നിങ്ങൾ അവിടെ തന്നെ മാനേജ് ചെയ്യുക. ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ട്വിറ്ററിൻ്റെയും ലിങ്ക്ഡിൻ്റെ പേഴ്സണൽ പ്രൊഫൈലും ലിങ്ക്ഡിൻ്റെ ബിസിനസ് പ്രൊഫൈലും നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിന്നൊരു പോസ്റ്റ് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ
ഏതൊക്കെയാണോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലുണ്ട്, ലിങ്ക്ഡിൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ, അതോടൊപ്പം തന്നെ ട്വിറ്ററിൻ്റെ പിന്നെ ബിസിനസ് പേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ലിങ്ക്ഡിൻ്റെ ബിസിനസ് പേജ്. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അറ്റ് എ ടൈമിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ലിങ്ക്ഡിൻ്റെ 2 പേജസ് ആണ്. നമ്മൾ ട്വിറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വിറ്ററിൻ്റെ 280 ക്യാരക്ടർ ലിമിറ്റ് ഉള്ളത് കൊണ്ട് അതിനകത്ത് പോകത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലിങ്ക്ഡിൻ 2 സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു പോസ്റ്റ് ഞാൻ ഇടാൻ ആഗ്രഹിക്കുകയെന്നാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കോപ്പി ചെയ്തു. അതായത് നിങ്ങളുടെ ബിസിനസ് വളർത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ചിലവ് കുറഞ്ഞതും വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ പേരിൽ നിങ്ങളുടെ പോസ്റ്റും സർവീസും എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും, ബേസിക് ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് ഞാൻ ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ #, എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എപ്പോഴും നമ്മൾ വിട്ടുപോകരുത്. #, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിങ്ങളുടെ ബിസിനസ് ഏതാണോ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള #s നിങ്ങൾ ഓൾറെഡി മുമ്പേ സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാനൊരു ഒരു നോട്ട് പാഡിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ #നെ എല്ലാം കോപ്പി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് #, ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ഓപ്ഷൻ ഇതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വാട്സപ്പിൻ്റെ ഈ ലിങ്ക് നമുക്ക് ഷോർട്ടൻ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഷോർട്ടൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വളരെ യുണീക്കായിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സെക്കൻഡ് ഓപ്ഷനിൽ വരുമ്പോഴാണ് അത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഓൾട്ട് ടെക്സ്റ്റ്, അതായത് ഈ ടെക്സ്റ്റിനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ടെക്സ്റ്റിനെ നമ്മൾ റീനെയിം ചെയ്യണം. അതായത് ഞാനിപ്പോൾ ഇതിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് അപ്പോൾ ഈ ടെക്സ്റ്റിനെ നമുക്ക് പിന്നെ ഓൾട്ട് ടെക്സ്റ്റിനെ, അതായത് ടെക്സ്റ്റിനെ അതായത് ഈ ഫോട്ടോയെ നമ്മൾ എഡിറ്റ് ചെയ്ത് അതിനെ റീനെയിം ചെയ്തു. അതിൻ്റെ ഫോട്ടോയുടെ നെയിം നമ്മൾ റീനെയിം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്, ഒരു പക്ഷേ നമുക്ക് ഈ ഫോട്ടോ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബ്രൗസ് യുവർ മീഡിയ, ഇവിടെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രൗസ് യുവർ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അത് പിക്സാബേയിലാണ് ഫ്രീ ഇമേജസ് വരുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ഇഷ്ടംമാതിരി ആപ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്രീ ഇമേജസ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിക്സാബേയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിക്സാബേയിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത്. പിന്നെ നമുക്കിത് ഷെഡ്യൂൾഡ് ലേറ്ററായിട്ട് ഷെഡ്യൂൾഡ് ചെയ്യാം. ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 25-ാം തീയതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അതായത് ഈ GMT 04 അമേരിക്ക ന്യൂയോർക്ക്,
ഈ ഒരു ടൈം സ്കെഡ്യൂളിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ ടൈമിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം. സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഒരു ഈവനിങ്ങിൽ ഒരു 6 o'clock എനിക്കിത് പോസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊരു നമ്മുടെ ഇവിടുത്തെ ടൈം സ്കെഡ്യൂൾ അനുസരിച്ച് 8:30 PM ഇടുക. അപ്പോൾ അത് ബാക്കിലേക്ക് നോക്കുക. നിങ്ങളുടെ GMT ടൈം എപ്പോഴാണോ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, GMT ടൈം അമേരിക്കൻ ടൈം ന്യൂയോർക്ക് ടൈമിൽ നിന്ന് ഇന്ത്യൻ ടൈമിലേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പോൾ 6 o'clock ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു ഇന്ത്യൻ ടൈം 8:30 PM ഇട്ടതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ആവുന്നത് ഈ ന്യൂയോർക്ക് ടൈമിലായിരിക്കും അത് പോസ്റ്റ് ആവുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ഞാനത് എടുക്കുകയാണ്, ഇവിടെ ഉണ്ടാവും. ഇതൊന്ന് വളരെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റുകൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കലണ്ടർ ഉണ്ട്. ഈ കലണ്ടറിനകത്ത് കണ്ടോ, ഞാനിപ്പം നെക്സ്റ്റ് 1 monthലേക്കുള്ള ഫുള്ള് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് 1 monthലേക്കുള്ള ഫുള്ള് ഞാനത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് ബേസിലേക്കുള്ള ഈ 29th വരെയുള്ള ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഇത് ഫുള്ള് നിങ്ങളുടെ കയ്യിൽ കണ്ടന്റും ഫോട്ടോസും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അടുത്ത ഇത് പ്ലാനറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം അടുത്തൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ആണ്. കണ്ടന്റിനുള്ളിൽ നമ്മൾ പബ്ലിഷ് ചെയ്തത്, ഡ്രാഫ്റ്റിലുള്ളത്, അതോടൊപ്പം തന്നെ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടോ. ഇപ്പോൾ ഞാൻ ഒരെണ്ണം പബ്ലിഷ് ചെയ്തത്, ഇപ്പോൾ ഇത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു മാസത്തെ ലിമിറ്റ് 30 ആണ്. അതിൽ 20 ഞാൻ യൂസ് ചെയ്ത് ബാക്കി 10 ഇനിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി 10 days കൂടെ കൊണ്ട് എനിക്കിത് ഉപയോഗിക്കാം. പിന്നെ പാസ്റ്റ് ഷെഡ്യൂൾഡ് ഉണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്ന ഏതൊക്കെയാണെന്നൊക്കെ കാണിക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു എഡിറ്ററിനെയും അഡ്മിനെയും ഒക്കെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം അപ്രൂവൽ കൊടുത്തതിന് ശേഷമാണ് നിങ്ങളത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്രൂവൽ, റിജക്റ്റ്, എക്സ്പയർഡ് ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ മറ്റു വരുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം പെയ്ഡിലായിരിക്കും കൂടുതലും വരുന്നത്. ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്കിത് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കും ലിങ്ക്ഡിനുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം, ഞാനിപ്പോൾ ലിങ്ക്ഡിനും ഫേസ്ബുക്കും ഇതിനായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കതിനെ പ്രൊമോഷൻ, അതായത് ആഡ്സ് റൺ ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ റൺ ചെയ്യിപ്പിക്കാം. അപ്പം ബേസിക്കലി നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഷെഡ്യൂൾഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാം. സജഷൻ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനിൽ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ലിങ്ക്ഡിനെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ലിങ്ക്ഡിൻ്റെ പേഴ്സണൽ പ്രൊഫൈലും അതോടൊപ്പം തന്നെ ബിസിനസ് പ്രൊഫൈലും പേഴ്സണൽ പ്രൊഫൈലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ട്വിറ്ററിൻ്റെ പേഴ്സണൽ പ്രൊഫൈലോ അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫൈലോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ 3 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എൻ്റെ ഫേസ്ബുക്കും അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമും ഞാൻ ഫേസ്ബുക്കിൻ്റെ പബ്ലിഷിംഗ് ടൂൾസിൽ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതേ ടൈമിൽ അവിടെ പോസ്റ്റ് ചെയ്യുകയും, ഈ 3 ഹോട്ട്സൂട്ടിൻ്റെ ഇൻ്റർഫേസിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഹോട്ട്സൂട്ടിനകത്ത് തന്നെ പോസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആപ്പാണിത്. അതോടൊപ്പം തന്നെ ഒരു വെബ് ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ ആപ്പും ഇതിൻ്റെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫോണിലും ഇത് ചെയ്യാൻ കഴിയും. ബേസിക്കലി സജസ്റ്റഡ് ലാപ്പിലിത് ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വെർഷനിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പിന്നെ ആപ്പിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയും. ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസും അതോടൊപ്പം തന്നെ ഹോട്ട്സൂട്ടിൻ്റെ എങ്ങനെയാണ് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുക ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.